ഇന്ത്യ യുദ്ധമുഖത്തിലാണ്. നമുക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ധീര ജവാന്മാർ അതിർത്തിയിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ ശത്രുക്കളായ തീവ്രവാദ ഭീകരവാദ പ്രവർത്തകരെ നശിപ്പിക്കാനും ഉന്മൂലനം ചെയ്യാനും നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മുടെ ധീര ജവാന്മാർ, നമ്മുടെ ആർമി, നമ്മുടെ രാജ്യത്തിന്റെ സൈന്യം, അവർക്ക് കാവലും സന്തോഷവും, അവർക്ക് എല്ലാവിധ വിജയം ലഭിക്കാൻ കുടുംബത്തെ മറന്ന്, വീടിനെ മറന്ന്, നാടിനെ മറന്ന്, നാട്ടുകാരെ മറന്ന്, മക്കളെ മറന്ന്, ബന്ധുമിത്രാദികളെ മറന്ന് നമ്മുടെ സുന്ദരമായ കാവലിനു വേണ്ടി, നമ്മുടെ സുരക്ഷയ്ക്കു വേണ്ടി, നമ്മുടെ സമാധാനപരമായ ഉറക്കത്തിനു വേണ്ടി രാവന്തിയോളം രാപകലുകളില്ലാതെ കഷ്ടപ്പെടുന്ന ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ നമ്മുടെ പ്രപഞ്ചനാഥനോട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മുസൽമാനും ഈ ദിക്ർ ചൊല്ലി ദ്വാരക്ക കൈവെടിയരുത്. നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ രാജ്യത്തെ വിജയത്തിലേക്ക് എത്തിക്കും. നമ്മളെല്ലാവരും മതസൗഹാർദ്ദത്തോടുകൂടി ചേർത്തുപിടിച്ച് ഒത്തൊരുമിച്ച് അവരവർ ആരാധിക്കുന്ന ദൈവങ്ങളോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചേർത്തുപിടിച്ച് മതസൗഹാർദ്ദത്തോടുകൂടി ഒന്നിച്ചൊരുമിച്ചു നിന്നാൽ മനോഹരമായ ഒരു രാജ്യത്ത് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. നമ്മുടെ രാജ്യം സൗഹാർദ്ദത്തിന് പ്രശസ്തമായ രാജ്യമാണ്. എല്ലാവരും ഈ ദിക്ർ ചൊല്ലുക. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ വിജയത്തിന് വേണ്ടി. ഏതാണ് നമുക്ക് പഠിക്കാം? യാ അസീസുൽ മാനിഉൽ ഗാലിബി അലാ അംരിഹി ഫലാ ശൈഅ യുആദിലുഹു. തുടർച്ചയായി 7 ദിവസക്കാലം 1000 പ്രാവശ്യം ഈ ദിക്റിന്റെ പ്രിയമുള്ളവർ പതിവാക്കുക. ശത്രു സൈന്യം പരാജയപ്പെടാൻ ഏറ്റവും നല്ലതാണ്. അള്ളാഹു നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ സംരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.